നമ്മുടെ മാക്സ് മാനിയ സെയിൽ നടക്കണമെന്ന് കേട്ടിട്ട് വന്നാട്ടാ. ലേഡീസിന്റെയും ജെന്റ്സിന്റെയും കിഡ്സിന്റെ ഒക്കെ നല്ല കിടക്കാച്ചി കളക്ഷൻസ് അവിടെ ഉണ്ട്. 199ന്റെയും 299ന്റെ ഒക്കെ ഒരുപാട് ടീഷർട്ടും ഷർട്ടൊക്കെ അവിടെ ഉണ്ട്. ലേഡീസിന്റെ ടീഷർട്ടും ഷർട്ടും പിന്നെ കുർത്തീസൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ പിന്നെ കുർത്തീസ് ഇടാത്തോണ്ട് ആ ഭാഗത്തേക്ക് പോയില്ല. ജെന്റ്സിന്റെ ആയാലും ഒരുപാട് ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ കിഡ്സിന്റെ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ തോന്നി. ഞാൻ മോനി 2 ടീഷർട്ടിന്റെ സെറ്റ് എടുത്തു. ഇതിന് ഒരെണ്ണത്തിന് 399 ആട്ടോ തന്നെ. എനിക്ക് ഈ ഒരു ടീഷർട്ട് എടുത്തു. ആകെ ഞാൻ മാക്സിന്ന് ഇത് മാത്രമായിട്ട് എടുത്തുള്ളൂ. അങ്ങനത്തെ മാക്സിമം സാധനങ്ങൾ വാങ്ങിച്ചിറങ്ങിയപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത 2 ആൾക്കാരെ കണ്ടു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരാളായിട്ട് കണ്ടേ. ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ +2 ഒരുമിച്ച് പഠിച്ച. അന്ന് +2 കഴിഞ്ഞ് പോയതിനു ശേഷം ആ മുതലിനെ ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നേ. പിന്നെ എന്റെ സാറിന് പനിയുടെ ചെറിയൊരു ലക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെച്ച് താമസിക്കാൻ നിന്നില്ല. വേഗം ഹോസ്പിറ്റലിൽ പോയി. അവന് പനി അങ്ങനെ ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഇതുപോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചുമ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടാ. അതിന്റെ പ്രാവശ്യം പുള്ളിക്ക് ഇതുപോലെ ഒരു ചുമ വന്നിട്ട് നല്ല കഫക്കെട്ടൊക്കെ വന്നിട്ട് അവസാനം നെബുലൈസ് ചെയ്തിട്ടായിട്ട് മാറിയേ. ആ ഒരു പേടിയുള്ളാനും ഞങ്ങൾ ഈ പ്രാവശ്യം തുടക്കത്തിലേ ഹോസ്പിറ്റലിലേക്ക് ഓടി. അപ്പൊ ഞാനാണ് ഇപ്പൊ എന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് കൊണ്ടുപോയി. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ കൊച്ചങ്ങനെ വീട്ടിൽ വെച്ച് ചുമച്ച വാപ്പ തലക്ക് സൗകര്യമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചോണേക്ക് നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ നിന്ന് നല്ല ചൂട് ബജിയും കുലിക്കൊക്കെ മേടിച്ചു പിടിച്ചു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. നമ്മുടെ വീഡിയോസ് ആദ്യം കാണി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.